പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ധ്യാന വിഷയം 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഏലിയ പ്രവാചകൻ സറാഫത്തിൽ ചെന്ന് അവിടെ പട്ടണ കവാടത്തിൽ വിറക് പിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിധവയുമായി സംസാരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുക. അവളോട് പറയുകയാണ്, എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം തരണം, അതുമാത്രമല്ല എനിക്ക് ഭക്ഷിപ്പാൻ കുറച്ച് അപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക. അവൾ അവനോട് പറഞ്ഞു, എൻ്റെ അടുക്കളയിലുള്ള കലത്തിൽ അല്പം മാവുണ്ട്, അല്പം എണ്ണയുമുണ്ട്. നിനക്കറിയാമല്ലോ, ഇത് വരൾച്ചയുടെ കാലഘട്ടമാണ്, ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടമാണ്. ഈ അപ്പം അല്പം മാവ് കൊണ്ട് ഉണ്ടാക്കി അത് ഞാനും മകനും കൂടി കഴിച്ച് മരിക്കുക എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ ചെയ്യുക. അവൾ പിന്നീട് തന്നെക്കുറിച്ചോ മകനെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല, മറിച്ച് ഏലിയ പറഞ്ഞതുപോലെ അവൾ വീട്ടിൽ ചെന്ന് അപ്പമുണ്ടാക്കി ഏലിയായ്ക്ക് കൊടുത്തു. അപ്പോൾ ഒരു വലിയൊരു അത്ഭുതം നടന്നു. അവളുടെ കലത്തിൽ മാവ് നിറഞ്ഞു, അവളുടെ ഭരണിയിൽ എണ്ണ നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ സമ്പത്തിൻ്റെ കാലത്ത് മാത്രമല്ല നീ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കേണ്ടത്. നീ സഹായം ചെയ്തു കൊടുക്കേണ്ടത് നിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ. നീ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയും അവസ്ഥയിലായിരിക്കാം ഇപ്പോൾ. ഈ സമയത്ത് നിന്നോട് ആരെങ്കിലും കുറച്ച് പൈസ കടം ചോദിച്ചു വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ചോദിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഉടുക്കാനുള്ള വസ്ത്രം ചോദിച്ചു വന്നാൽ, നിനക്കുണ്ടോ എന്നല്ല നീ ചിന്തിക്കേണ്ടത്. ഇത് ദൈവം പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് എനിക്കില്ലെങ്കിലും എൻ്റെ മക്കൾക്കില്ലെങ്കിലും ഉള്ളത് നല്ലത് എന്നോട് ചോദിച്ചവന് കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നല്ലത് കൊടുക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്ക് വേണ്ടി, ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആ വസ്ത്രമായിരിക്കാം. ഒരാൾ ചോദിക്കാൻ, എനിക്ക് കൊടുക്കാൻ വസ്ത്രമില്ല, ഞാൻ എടുത്തു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, 35 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറയുകയാണ്, ക്രിസ്മസിന് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അപ്പമുണ്ടാക്കി കൊടുക്കാനോ ഇറച്ചി വാങ്ങാനോ എൻ്റെ കയ്യിൽ കാശില്ല, ഈ ക്രിസ്മസ് പട്ടിണിയിലാവും. പ്രിയപ്പെട്ടവരെ, ഞാനന്ന് സൈക്കിൾ ഉരുട്ടി ചവിട്ടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്കൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി. ആകെ 300 രൂപയാണ് ഒരു മാസത്തെ എൻ്റെ ചായ കുടിക്കാനും യാത്ര ചെയ്യാനുമുള്ള പൈസ. ആ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മാസം ഞാൻ പട്ടിണിയിലാവും. ഞാൻ പലവട്ടം ആലോചിച്ചു, എന്നിട്ട് ഞാൻ ആ പൈസ എടുത്തു കൊടുത്തു. പ്രിയപ്പെട്ടവർ, എന്താ സംഭവിച്ചത് അറിയാമോ? എൻ്റെ കഷ്ടതയുടെ കാലത്ത്, എൻ്റെ ദാരിദ്ര്യയുടെ കാലത്ത് മറ്റു പലരിലൂടെ കർത്താവ് എന്നെ സഹായിക്കാൻ തുടങ്ങി. എൻ്റെ ഞെരുക്കങ്ങളുടെ കാലഘട്ടങ്ങളിൽ മറ്റു പലരിലൂടെ എന്നെ സഹായിക്കാൻ തുടങ്ങി. ഞാൻ ആ 300 രൂപ കൊടുക്കാതെ വെച്ചിരുന്നെങ്കിലോ എന്നെ സഹായിക്കാൻ കർത്താവ് മറ്റുള്ളവരെ ഏർപ്പാട് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് നിൻ്റെ കഷ്ടത കാലത്താണ് നീ കൊടുക്കേണ്ടത്. ഇല്ലായ്മയിൽ നിന്നാണ് കൊടുക്കേണ്ടത്.
എനിക്കില്ല എന്നല്ല പറയേണ്ടത്. കർത്താവേ, എനിക്കുള്ള ഒരു വസ്ത്രമാണെങ്കിൽ പോലും, മിച്ചമുള്ള ഒരു വസ്ത്രമാണെങ്കിൽ പോലും, മിച്ചമുള്ള ആഹാര പദാർത്ഥമാണെങ്കിൽ പോലും നല്ലത് കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണം. അപ്പോൾ നീ സമ്പന്നനാകും. നിൻ്റെ ദാരിദ്ര്യം മാറും, നിൻ്റെ കടബാധ്യത മാറും, നിൻ്റെ രോഗം മാറും. ദൈവം നിന്നെ പരീക്ഷിച്ചറിയുന്ന സമയമാണത്. നീ കൊടുക്കുവോ, പങ്കുവയ്ക്കുവോ, അതോ പിടിച്ചു വയ്ക്കുവോ, അതോ ദൈവത്തെ കുറ്റം പറയുമോ, മറ്റുള്ളവരെ ആട്ടി ഓടിക്കുമോ? ഇത് ദൈവം നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുക, അവനനുസരിക്കുക, നിനക്കുള്ളത് കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുക, പിടിച്ചു വയ്ക്കാതെ കൊടുക്കുക. അപ്പോൾ നിൻ്റെ ചട്ടിയിൽ, നിൻ്റെ കലത്തിൽ മാവും നിൻ്റെ ഭരണിയിൽ എണ്ണയും നിറയും. അനുഗ്രഹ പെരുമഴ വർഷിക്കും. നീ സമ്പന്നനാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ